അതുകൊണ്ടാണല്ലോ ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത്. അതെ. സിഫോളജി എന്നാണ് ഈ ആന്റി ഇൻകംബൻസി കൺസെപ്റ്റ് വന്നത്. ഞങ്ങളാണ് ഇത് ആദ്യം കോയിൻ ചെയ്തത്. അപ്പൊ ആന്റി ഇൻകംബൻസി വന്നതും കേരളത്തിൽ 5 കൊല്ലം തോറും ഭരണം മാറുന്നതും ഇതിന്റെ ഫലമായിട്ടാണ്. നിവൃത്തിയില്ല. അപ്പൊ ഇയാൾ പോയി കഴിഞ്ഞാൽ മറ്റവരല്ലേ വരാൻ പറ്റൂ. പക്ഷെ ഇത്തവണ വന്ന കൺഫ്യൂഷൻ എന്താണ്? ഒന്ന്, ഒരു ഗവൺമെന്റിന് 2 ടെന്യൂർ കിട്ടി. അടുത്ത പ്രശ്നം നമ്മുടെ മുമ്പിലുള്ളത് മൂന്നാമതൊരു മുന്നണിയും കൂടെയുണ്ട്. സോ ദിസ് ഈസ് ദ മോസ്റ്റ് കൺഫ്യൂസ്ഡ് ഇലക്ഷൻ. ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വന്നൊരു ഇലക്ഷനാണ്. കാരണം വോട്ടറിന്റെ ചോയ്സ് കൂടുതൽ വന്നപ്പോൾ ഇതുവരെ പരീക്ഷിക്കാത്തൊരു മുന്നണിയെ പരീക്ഷിക്കണം. നിലവിൽ പരീക്ഷിച്ച് മനസ്സിലാക്കിയ 2 മേജർ മുന്നണികളുണ്ട്, അവർക്ക് വോട്ട് കൊടുക്കണം. അപ്പോൾ വോട്ടർ കൺഫ്യൂസ്ഡ് ആണ്, ആ നിലയ്ക്ക് കൺഫ്യൂസ്ഡ് ആണ്. അത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചാനൽ ചർച്ചകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോളിംഗ് ശതമാനം വർദ്ധിക്കും. അതേ കാര്യം കൊണ്ടാണ് നമ്മൾ പലരും ഒരു ഹങ് അസംബ്ലി ആകെ പോകും. കാരണം ഒരു തരംഗമുണ്ടായാലേ ഭൂരിപക്ഷം ഉണ്ടാവും.